രാഹുൽ 2025 ഡിസംബറിൽ ലോകസഭയുടെ ശീതകാല സമ്മേളനത്തിലാണ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് MP ഈ മൊബൈൽ റീചാർജുമായി ബന്ധപ്പെട്ട് മൊബൈൽ കമ്പനികൾ ഉപഭോക്താക്കളെ പറ്റിക്കുന്ന ഒരു സംഭവം, അതായത് 30 ദിവസത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ഫലത്തിൽ 28 ദിവസത്തിൻ്റെ ആനുകൂല്യമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെയുള്ള 2 ദിവസം അങ്ങ് നമുക്ക് ഉപയോഗപ്പെടാതെ അങ്ങ് പോകും. അത്തരത്തിൽ നിരവധി അത് ഉപഭോക്താക്കളെ വല്ലാതെ തട്ടിപ്പാണ്, അത് വൻ തട്ടിപ്പാണ് എന്ന രീതിയിൽ അതിന്മേൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം ശീതകാല സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അതിനുള്ള ഉത്തരവ് ഇപ്പോൾ ലോകസഭയിലാണ് അവതരിപ്പിച്ചത്. സർക്കാർ അതിന്മേലൊരു നടപടി എടുത്തിട്ടുണ്ട്. മൊബൈൽ കമ്പനികളിൽ അങ്ങനെ ഇനി റീചാർജ് ഇനി അധിക തുക വാങ്ങുകയും ആ 2 ദിവസം കട്ട് ചെയ്യുകയും ചെയ്യുന്നത് 28 ദിവസം ആക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ നമുക്ക് ഉപഭോക്താക്കൾക്ക്? അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് അദ്ദേഹം അത് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിനെ എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും മതിയാവില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു മാസത്തെ മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു മാസം നമുക്ക് ലഭിക്കുന്നില്ല, 28 ദിവസം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 365 ദിവസമാണ് ഒരു വർഷമുള്ളത്. അപ്പൊ ഒരു വർഷം 12 മാസം. ആ 12 മാസം നമ്മൾ ഒരു മാസത്തേക്കാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ 12 മാസം നമ്മൾ റീചാർജ് ചെയ്താൽ മതി. പക്ഷെ യഥാർത്ഥത്തിൽ ഈ മൊബൈൽ കമ്പനികളിൽ നമ്മൾ ചെയ്യുന്നത് 13 മാസത്തെ ഡാറ്റ റീചാർജ് ആണ്. 13 മാസത്തെ ഡാറ്റ റീചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ മാസത്തിൽ നിന്നും 2 ദിവസം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തില് അത് 13 മാസമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് എനിക്കൊന്ന് കിങ് ലെയർ സിനിമയിൽ, അതായത് ദിലീപിന്റെ ഒരു കിങ് ലെയർ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അതിനകത്ത് കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് പറയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട്. അതേപോലെയാണ് ഈ കമ്പനികളും നമ്മുടെ കയ്യിൽ നിന്നും പൈസ അധികം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതില് അദ്ദേഹത്തിനോട് പ്രോഫിറ്റബിൾ ആക്കാൻ പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തൊഴിലാളികളുടെ ഒരു 5 മിനിറ്റ് രാവിലത്തെയും വൈകിട്ടത്തെയും 5 മിനിറ്റ് മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിൽ നിന്നും വലിയൊരു പ്രൊഡക്ടിവിറ്റിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം. അതേപോലെയാണ് മാസത്തിൽ 2 ദിവസം നമ്മുടെ കയ്യിൽ നിന്നും അവർ കവർന്നെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ 2 ദിവസം കവർന്നെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 13ാമത്തെ മാസം റീചാർജ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന മറ്റു ഒട്ടനേകം കാര്യങ്ങളുണ്ട്. ഈ കമ്പനികൾ നമ്മളോട് ചെയ്യുന്ന അനീതി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം 2G സ്പെക്ട്രത്തിന്റെ ഒക്കെ വിഷയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലും ഇപ്പോൾ നമ്മളൊരു 5G കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മാത്രമല്ല, എല്ലാ ദിവസവും ഈ മൊബൈലും ഇന്റർനെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഇന്റർനെറ്റിന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജിയോയുടെ കാലഘട്ടത്തിലാണ് ജിയോ ആണ് അൺലിമിറ്റഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവരികയും മറ്റുള്ള കമ്പനികൾ പിന്നീട് അത് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു. എനിക്കറിയാം, എൻ്റെ ഒരു ചെറിയ പ്രായത്തിലൊക്കെ ചെറിയൊരു ഡാറ്റ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വലിയൊരു തുക കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മള് 1 GB ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 29, 30, 40 രൂപ കൊടുക്കുന്ന സാഹചര്യം. രാവിലെ ആദ്യം നമുക്ക് ഓർമ്മയുണ്ട്, ഈ ഇൻകമിംഗ് കോളിന് ഒരു കാശ് വാങ്ങിക്കുമായിരുന്നു. അതെ, നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നതിന് കാശുണ്ട്, ഇങ്ങോട്ട് വരുന്ന സമയം. അതെ, പക്ഷെ അതെല്ലാം മാറി, ഈ കാലഘട്ടം മാറുന്നതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഇപ്പോഴാണെങ്കിലും ഈ കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത്, റീചാർജ് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇൻകമിംഗ് കോളുകൾ കട്ട് ചെയ്യും. ഇൻകമിംഗ് കോൾ കട്ട് ചെയ്യും, SMS കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്നും ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും ഏകദേശം 2 സിം ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ 2 സിം ഉപയോഗിക്കുമ്പോൾ ഒരു സിം എല്ലാ ദിവസവും വിളിക്കാൻ വേണ്ടിയും മറ്റുള്ള ആവശ്യത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഒരെണ്ണം കട്ടായി പോയി കഴിഞ്ഞാൽ മറ്റേത് ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ്. അപ്പോൾ ചിലരൊക്കെ ഗൂഗിൾ പേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ 2 സിമ്മിലും കൂടെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം 2 ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇവർക്ക് മെസ്സേജുകൾ അയക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും, OTP വരാത്തൊരു സാഹചര്യം വരും. അങ്ങനെ ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങൾ എങ്ങനെയെങ്കിലും ഇത് റീചാർജ് ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് എത്തും. ചിലപ്പോൾ ഓഫീസ് കാര്യങ്ങൾക്കായിരിക്കും എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് അങ്ങോട്ട് കോളിങ്ങിന്റെ ആവശ്യമില്ല, ഇങ്ങോട്ട് കോളുകൾ വന്നാൽ മാത്രം മതി. പക്ഷെ അത് വീണ്ടും റീചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. എന്ന് തന്നെയാണെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഇത്തരത്തിലുള്ളൊരു ശ്രമഫലം എന്ന് പറയുന്നത്, നമ്മൾ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും തീരാത്ത അത്രയും വിഷയമുണ്ട്. കാരണം നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ്, ഡാറ്റ, ഇനി ഇതിനകത്ത് കമ്പനികൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള മറ്റൊരു ചോദ്യമുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യരുത് എന്ന് കമ്പനികളോട് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അവർ ഇതിനും എങ്ങനെ പൈസ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും ഈടാക്കാം എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം.
ഇനി അവർ പറയുന്ന നമ്മളെ പറ്റിക്കാൻ മറ്റെന്തെങ്കിലും പുതിയ പരിപാടിയും മറ്റും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ നമുക്കറിയാം ഹോർമോസ് കടൽ എടുക്കുന്ന കാര്യമൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണത്. കാരണം നമുക്ക് കിട്ടുന്ന ഭൂരിഭാഗം ഇന്റർനെറ്റും കടലിന്റെ അടിയിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഫൈബർ ആയിട്ടാണ് വരുന്നത്, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഹോർമോസ് കടലിലേക്ക് യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കട്ടായി കഴിഞ്ഞാൽ, ഇറാൻ ഇടയ്ക്ക് കട്ടാക്കും എന്നുള്ള ഭീഷണിയൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ കട്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ഇന്റർനെറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഈ മൊബൈൽ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഈ സിം കമ്പനികൾക്കൊക്കെ വലിയ രീതിയിലുള്ള പൈസ സമ്പാദിക്കാൻ കഴിയും. അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇപ്പൊ നമുക്കറിയാം ഗ്യാസ് തന്നെ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ എത്ര രൂപയാണ് നമ്മൾ ഗ്യാസ് കച്ചവടമൊക്കെ നമ്മളിപ്പോ കണ്ടതല്ലേ. അതെ, വലിയ രീതിയിൽ പൈസ കൊടുത്തിട്ടാണ്. ഒരു ഗ്യാസിനൊക്കെ 5000 10,000 ഒക്കെയാണ്. ചിലർ ഗ്യാസ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. വിറകിന് വിലയില്ലായിരുന്നു, വിറകിന്റെ ഇപ്പോഴത്തെ മാറ്റം ഉണ്ടില്ല. അതെ, അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഇന്റർനെറ്റിന്റെ കാര്യത്തിലാണെങ്കിലും. ഇപ്പോ കോവിഡ് സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗമല്ല ഒട്ടുമുക്കാൽ ആളുകളും ഇന്റർനെറ്റ് ഉണ്ടായതുകൊണ്ടാണ് എല്ലാം നടന്നു പോയത്. അത് മാത്രമല്ല നമ്മുടെ സമയം അത്രയും അടച്ചുമൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മളെ രക്ഷിക്കാൻ ഇന്റർനെറ്റ് കമ്പനികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സാഹചര്യമാണ്. ഇന്നാണെങ്കിൽ പോലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറി. ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആളുകളൊക്കെ വളരെ വളരെ കുറവാണ്. അപ്പോൾ നമുക്കറിയാം അത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ ചെയ്യുന്ന വലിയ ക്രൂരതയുണ്ട്, നമ്മുടെ ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചന എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. അതിനെതിരെയാണ് കൊടിക്കുന്നിൽ സുരേഷ് പാർലമെന്റിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അതിന്റെ ഒരു ഫലം വന്നിട്ടുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ എന്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും മതിയാവത്തില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതെ. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ എം പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 8 തവണയിൽ കൂടുതൽ അദ്ദേഹം സാമാജികനായി ലോകസഭയിൽ അദ്ദേഹം ഉള്ളതാണ്. അപ്പോൾ ഇത് പൊതുജനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ട ഒരു ഇത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സുപ്രഭാതം അതിൽ പത്രത്തിൽ വന്നൊരു ചെറിയ കോളം വാർത്തയാണ്. ആ ചെറിയ കോളം വാർത്ത പോലും അദ്ദേഹം കൃത്യമായിട്ട് കണ്ട് അത് കൃത്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇന്ത്യയിൽ എത്രയോ ആളുകളുണ്ട്, എത്ര എം പിമാരുണ്ട്, കേരളത്തിൽ. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹത്തിന് അറിയാം. അത് മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം പി ആണ്, ഭരണത്തിലിരിക്കുന്ന BJP ആണ്. അപ്പൊ അത് അവതരിപ്പിക്കുമ്പോൾ അതിനൊരു കാര്യമാത്ര പ്രസക്തമായ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലും നരേന്ദ്രമോദിയെയും അവരെ ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാന്ന് പറയുന്ന വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ദിനംപ്രതി ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ 1 മാസത്തേക്ക് റീചാർജ് ചെയ്യുന്നത്. എല്ലാ കമ്പനികളും പറയുന്നത് നിങ്ങൾക്ക് 1 മാസത്തേക്ക് റീചാർജ് ഉണ്ട്, 1 മന്ത് അൺലിമിറ്റഡ് പ്ലാൻ. ഇതാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. GB ഒരു ദിവസം. അതെ, 1 GB, അതായത് ഇത്ര GB അൺലിമിറ്റഡ് കോളുകളും 1 മാസത്തേക്ക് 1 മന്ത് പ്ലാൻ എന്ന് പറഞ്ഞാണ് ഇത് അവതരിപ്പിക്കുന്നത് തന്നെ. അതാണ് അതിലൊരു വഞ്ചന. 1 മന്ത് പ്ലാൻ അല്ലെങ്കിൽ 28 ദിവസത്തെ പ്ലാൻ എന്നവർക്ക് അവതരിപ്പിക്കാം, പറഞ്ഞു പറ്റിക്കുക. 1 മന്ത് പ്ലാൻ, 1 മാസത്തെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തരുന്നത്. 1 മന്ത് പ്ലാൻ, 3 മന്ത് പ്ലാൻ. പ്രീപെയ്ഡിലാണോ അതോ ഇത് പോസ്റ്റ് പെയ്ഡിലാണോ? പോസ്റ്റ് പെയ്ഡ് വമ്പൻ തട്ടിപ്പ്. പ്രീപെയ്ഡ് ആണ്. വമ്പൻ തട്ടിപ്പ്. അതിനകത്താണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അഴിമതികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഇൻകമിംഗ് കോളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ദിനംപ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോൾ 290 രൂപ 300 രൂപയായിരിക്കും. ആ 300 രൂപ ഒരു വർഷം പോകുമ്പോൾ ഒരു ദിവസം ഒരാള് സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ പണിയെടുക്കുന്ന പൈസയാണ് 300 രൂപ എന്ന് പറയുന്നത്. എനിക്ക് തൊഴിലുറപ്പിന് പോകുന്ന ഒരു ആൾക്ക് കിട്ടുന്ന പൈസയാണ് ഈ 300 രൂപ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളുടെ ഒരു ദിവസത്തെ പണിയുടെ കൂലിയാണ്. അതിനി എത്ര കുറവാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നുമാണ് അത് കൊണ്ടുപോകുന്നത്. അത് ഒരാളുടെ കയ്യിൽ നിന്നുമല്ല, ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നുമാണ് ഈ പണം കൊണ്ടുപോകുന്നത്. അപ്പൊ അറിയാലോ എത്ര കോടിയായിരിക്കും അവർ ഒരു മാസം ഈ കമ്പനികൾ സൃഷ്ടിക്കുന്നത്. ഇനി ഇതിന്റെ പുറകിൽ, അതായത് ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നിയമം വരുമ്പോൾ
അപ്പോൾ അവർ വീണ്ടും പണം കൂട്ടാനുള്ള സാധ്യതകൾ ഏതായാലും ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകിച്ച് BJP സർക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ കള്ളത്തരങ്ങളൊക്കെ അറിയാന്നുള്ളതല്ലേ. കൊടുക്കുന്നില്ല പോലെ ഒരു MP അത് അവതരിപ്പിച്ചു, അതിന് അവര് ശരിക്കും അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോയി നടപടികൾ എടുത്തു എന്നുണ്ടെങ്കിൽ മറുവശത്തൂടെ ചെയ്യുകയാണെങ്കിൽ അതും അവർ കാണാതിരിക്കില്ല. കാര്യം ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്ന സ്ഥിതിക്ക് മറുവശത്തുള്ള നീക്കം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. എന്താണെങ്കിലും പാർലമെന്റിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ തോന്നിയല്ലോ, സംസാരിക്കാൻ വലിയൊരു കാര്യം. അദ്ദേഹത്തിനെ എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും മതിയാവില്ല. കാരണം അദ്ദേഹത്തിന്റെ പറഞ്ഞ പോലെ ഒരു ചെറിയ വാർത്ത വരെ പാർലമെന്റിൽ അവതരിപ്പിച്ച് അതിന് വേണ്ടുന്ന ഒരു വിധി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്.